പുറമേന്ന് ആരെങ്കിലും കാണാൻ വരുമ്പോ ആളാവുന്ന സ്വഭാവം സാറിന് പണ്ടേ ഉള്ളതാണല്ലോ. ആളായതല്ലടോ, ഇത് വളരെ ഡിസിപ്ലിനോട് കൂടി നടക്കുന്ന ഒരു സ്ഥാപനമാണെന്ന് ആ കുട്ടി തെറ്റിദ്ധരിച്ചോട്ടെ എന്ന് കരുതി ഞാൻ കളിച്ചിരുന്ന നാടകല്ലടോ ആ, അത് ശരി. ഞാൻ വല്ലപ്പോഴും താമസിക്കാറുണ്ടെങ്കിലും കൃത്യമായി സ്കൂളിൽ വരാറുണ്ട്. സാറിപ്പോ വന്നിട്ട് എത്ര ദിവസമായി? എന്താ സാറിപ്പോ വന്നിട്ട് എത്ര ദിവസമായെന്ന് ഉത്തരം പറഞ്ഞിട്ട് മുറിക്കാ മതി. എടോ, വീട്ടിലെ കാരണവർക്ക് അടുപ്പിലുമാവാം. ഹെഡ് മാഷ് എന്ന് പേരേ ഉള്ളൂ. ഇവിടുത്തെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ എല്ലാത്തിനും ഞാൻ തന്നെ പോകണം. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ജോലി കൊണ്ട് കുടുംബം പോറ്റേണ്ട കാര്യമൊന്നുമില്ല. വിദ്യാഭ്യാസം ഉണ്ട്, പിന്നെ വീട്ടിൽ വെറുതെ ഇരിക്കണ്ടല്ലോ. മാത്രമല്ല ഒരു കലാലയല്ലേ, കുറച്ചു കുട്ടികളുടെ കണ്ണ് തെളിയിച്ചാൽ തെളിയട്ടെ. നമ്മളെ കൊണ്ട് പറ്റത് നമ്മൾ ചെയ്യാം, അതാ എന്റെ പോളിസി. ടീച്ചർ ഇരുന്നോളൂ, എനിക്ക് അങ്ങനെയൊന്നുമില്ല. കുട്ടികൾക്ക് മാഷന്മാരെ വലിയ പേടിയൊന്നുമില്ല. പക്ഷേ എന്റെ തലവട്ടം കണ്ടാൽ അപ്പാപ്പെടുക്കും. എന്തുകൊണ്ടാ? ജോലിയോടുള്ള ആത്മാർത്ഥത. അല്ല, ഞാനിവിടുത്തെ ചുറ്റുപാടുകളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. മുഴുവനും പറഞ്ഞു കൊടുത്തോ? മുഴുവനും വിട്ടു കൊടുത്തിട്ടില്ല, ഇനി സമയമുണ്ടല്ലോ. ബാലന്മാര് താമസിച്ചോണ്ട് നമ്മുടെ PTA ക്ലാസ്സിലേക്ക് വിട്ടിട്ടുണ്ട്. അങ്ങനെ ആ പിള്ളേരെ ഒരു വഴിക്കാക്കണതിന് മുമ്പേ വേഗം ചെല്ലാൻ നോക്ക്. അത് ഞാൻ നോക്കിക്കോളാം. ഓ, താനൊരു കാര്യം ചെയ്യും, ഒരു ചായ വാങ്ങിച്ചോണ്ടോ. ഇപ്പോഴോ? പിന്നല്ലാതെ. ടീച്ചർക്ക് ഇപ്പൊ വേണ്ട, എപ്പ വേണമെങ്കിലും പറഞ്ഞാ മതി. നമ്മുടെ പ്യൂണാ. ആ കുപ്പി നന്നായി കഴുകിയെടുത്തിട്ട് പോടോ. എവിടെയാ ടീച്ചറുടെ നാട്? പയ്യന്നൂരാ. ഓഹോ, പയ്യന്നൂരെന്ന് പറയുമ്പോ സഖാവ് മാണിക്കോത്ത് കാണാറുണ്ട്. അവരുടെയൊക്കെ അടുത്താ. ഓഹോ, ഇനിയിപ്പോ ടൈം ടേബിൾ മാറ്റി എഴുതണം. നാളെ തുടങ്ങാൻ ക്ലാസ് ഒക്കെ. ഇന്ന് മറ്റു മാഷന്മാരെയൊക്കെ പരിചയപ്പെടാം. ഒരു യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, റെസ്റ്റ് എടുത്തോളൂ. എനിക്ക് ക്ലാസ് ഉണ്ട്. എന്താ നിൽക്കുന്നത്? ഇരിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? അപ്പൊ ഇരുന്നോളൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ബാലമാഷി ഇനിയും താമസിച്ചു വരുമല്ലോ, അന്ന് ബാക്കി അഭ്യാസം. സൈലൻസ്. യോഗാഭ്യാസം അക്ഷരം പോലും അറിഞ്ഞൂടാ തോന്നെ പഠിപ്പിക്കാൻ നടക്കുന്നത്. കിട്ടും. കുട്ടികൾക്ക് എന്നെ വലിയ പേടിയാ. എന്തായാലും ഇത് ശരിയായില്ല. എന്താ മാഷേ, ചോറ് വെന്തില്ലേ? അതല്ലെന്നേ, അവിവാഹിതയായ ഒരു യുവതിയെ ഹെഡ് മാസ്റ്റർ വീട്ടിൽ താമസിപ്പിക്കാൻ തീരുമാനിച്ച ഒട്ടും ശരിയായില്ലെന്ന് ഞാൻ പറഞ്ഞു വന്നത്. ഈ നാട്ടിൻപുറത്ത് വേറെ എവിടെ താമസിക്കാനാ? സന്മനസ്സുള്ളതുകൊണ്ട് ആ കൈമൾ സാറിന് അങ്ങനെ തോന്നിയത്. സാഹചര്യങ്ങളാ മനുഷ്യനെ വഴിതെറ്റിക്കുന്നത്. ഈ മനസ്സ് എപ്പോഴാ പതറാന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് ശരിയാ, പതറിയ മനസ്സുള്ളവർക്ക് ഇങ്ങനെ വൃത്തിയായിട്ട് രീതി ചിന്തിക്കാൻ പറ്റും. ചുമ്മാ ഇരിക്കും മാഷേ, ഇതൊന്നും കണ്ടാ ഞാൻ പതറില്ല. യോഗ ശീലിച്ചവർക്ക് ഒന്നിനോടും അമിതമായ ആസക്തി ഉണ്ടാവില്ല. അത് ഇയാൾ ആഹാരം കഴിക്കുന്ന രീതി കണ്ടാൽ തന്നെ അറിയാലോ. കഴിക്കും, ആരോഗ്യമുള്ളവൻ ആഹാരം കഴിക്കും. തന്നെ പോലെ കുട്ടികളോട് ചളാപ്പള വർത്താനം പറഞ്ഞിട്ടില്ല, നല്ലവണ്ണം അധ്വാനിച്ചിട്ടില്ല. ബുദ്ധമതം സ്വീകരിച്ചതിന് ശേഷം അശോക ചക്രവർത്തിയിൽ അത്ഭുതകരങ്ങളായ മാറ്റങ്ങളുണ്ടായി. ഒരു രാജാവിന്റെ എല്ലാ സുഖഭോഗങ്ങളും വിനോദങ്ങളും അദ്ദേഹം വേണ്ടെന്ന് വെച്ചു. രാജാവിന്റെ പാചകശാലയില് ക്രമേണ ഈ മാംസഭക്ഷണം വേണ്ടെന്ന് വെച്ചു. എന്ന് വെച്ചാൽ നമ്മൾ ഈ മാംസഭക്ഷണം എന്ന് പറയുമ്പോൾ ഈ പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ കൊന്നിട്ട് ഇവിടെ 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 ഈ പക്ഷികളെയും മൃഗങ്ങളെയും ഇവിടെ ഇപ്പൊ നിങ്ങൾക്കറിയാം, നമ്മുടെ നാട്ടില് ധാരാളം മൃഗാശുപത്രികളൊക്കെ ഉണ്ട്. പക്ഷെ അന്ന് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അഹിംസാവാദിയായ രാജാവ്
ഇവിടെ 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 അഹിംസാവാദിയായ രാജാവ് ഇവിടെ എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റില്ല. തൊട്ടപ്പുറത്ത് കിടന്ന് കാറല്ലേ താറാക്കൂട്ടത്തിന് കല്ലെറിഞ്ഞ മാതിരി. സയൻസും കണക്കും മാത്രം മതിയോ? കുട്ടികൾക്ക് ഇത്തിരി സംഗീതമൊക്കെ വേണ്ടേ? പിന്നെ സംഗീതം പഠിച്ചിട്ട് പിള്ളേർ മുഴുവൻ ചെമ്പൈ വൈദ്യനാഥ ഭാഗത്തിലാകാൻ പോവല്ലേ? ചെമ്പയും വൈദ്യനൊക്കെ അവിടെ നിക്കട്ടെ. ആ പാവം കുട്ടിക്ക് ഒരു പണി കിട്ടിയതല്ലേ, അതൊരു വഴിക്ക് നടന്നോട്ടോ. ഓ നടന്നോട്ടെ, ഞാൻ ലീവ് എടുത്തോളാം. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എന്ന് പറയാതിരുന്നാൽ എങ്ങനെയാ? ഇങ്ങനെ ഒരു ബഹളത്തിൽ എന്നെ കൊണ്ട് പഠിപ്പിക്കാൻ പറ്റില്ല. തൽക്കാലം ഒരു കാര്യം ചെയ്യാം, ഇന്ന് പാട്ടു വേണ്ട, കുട്ടികൾക്ക് എന്തെങ്കിലും കഥ പറഞ്ഞു കൊടുക്കുക. ഇങ്ങനൊരു കുറിപ്പ് കൊടുത്തയക്കാം. എന്നിട്ട് വൈകുന്നേരം നമുക്കൊന്നിരിക്കാം. താൻ സമാധാനായിട്ട് ചെല്ലേ. ഷിബു, അപ്പോൾ ബുദ്ധമതം സ്വീകരിച്ചതിന് ശേഷം അശോക ചക്രവർത്തിയിലുണ്ടായ മാറ്റങ്ങളെ പറ്റിയാണ് നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്തത്? ആദ്യമായിട്ട് രാജാവിന്റെ സുഖഭോഗങ്ങളും വിനോദങ്ങളും ഒക്കെ വേണ്ടെന്ന് വെച്ചു. അദ്ദേഹം അഹിംസാവാദിയായി. Attention! Exercise begin! എങ്കിൽ പിന്നെ നിർമ്മല ടീച്ചർ ഒരു കാര്യം ചെയ്യട്ടെ, ശബ്ദം പുറത്തു വരാതെ സംഗീതം പഠിപ്പിക്കട്ടെ. അപ്പൊ പിന്നെ മറ്റാർക്ക് ശല്യാവില്ലല്ലോ. ശബ്ദം പുറത്തു വരാതെ സംഗീതം പഠിപ്പിക്കേ? അതൊരു പുതിയ അറിവാണല്ലോ. അതെ, ആംഗ്യ ഭാഷയിൽ. എന്താ അങ്ങനെ പഠിപ്പിച്ചോ ടീച്ചർ? ഈ പുളിച്ച തമാശ കേൾക്കാനല്ല ഉള്ള നേരം കളഞ്ഞ് എല്ലാരും ഇവിടെ കൂടിയിരിക്കുന്നത്. പിള്ളേര് വിഷമം പിടിച്ച ഒരു കണക്ക് ചെയ്യുന്നു എന്നിരിക്കട്ടെ, പാട്ട് കേട്ടാൽ ശ്രദ്ധ തിരിയും. അങ്ങനെ ഒരു അവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടായേ പറ്റൂ. നിർമ്മല ടീച്ചറെ ഇവിടെ അപ്പോയിന്റ് ചെയ്ത് പാട്ട് പഠിപ്പിക്കാനാണെങ്കിൽ അവർ പാട്ട് പഠിപ്പിക്കുക തന്നെ ചെയ്യും. ഇയാളെ ആരാ ഇവിടെ വിളിച്ചത്? രമ്യമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ ആർക്കെങ്കിലും വല്ല നിർദ്ദേശം ഉണ്ടെങ്കിൽ അത് പറ. ഈ സ്കൂളിന് ധാരാളം കോമ്പൗണ്ട് ഉണ്ട്, മരങ്ങളുണ്ട്. കുട്ടികളെ തണലത്ത് എവിടെയെങ്കിലും ഇരുത്തി പാട്ട് പഠിപ്പിക്കാലോ. അത് ശരി, നിങ്ങളൊക്കെ ആദ്യന്മാര്, നമുക്ക് രണ്ടുപേർക്കും ഭ്രഷ്ട്. എന്നാ പിന്നെ ഡ്രില്ലെടുക്കുന്നത് ക്ലാസ് മുറിയിലാക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. സംഗീതത്തോട് സ്നേഹമില്ലാത്തവർ ഇതിനപ്പുറം പറയും. ഇയാളൊന്ന് വെറുതെ ഇരിക്കടോ. ബാലന്മാഷ് മുന്നോട്ട് വെച്ച നിർദ്ദേശത്തെ പറ്റി ടീച്ചർ എന്തു പറയണു? മറ്റുള്ളവരെ ശല്യപ്പെടുത്തുന്നതായി പോയല്ലോ എന്റെ വിഷയം ആലോചിക്കുമ്പോ എനിക്ക് വിഷമമുണ്ട്. ഇതിലിപ്പോ അങ്ങനെ വിഷമിക്കാനൊന്നുമില്ലല്ലോ. മുറ്റത്താവുമ്പോ നല്ല കാറ്റ് കിട്ടും. മറ്റ് ക്ലാസ്സുകളിലെ ഒച്ചയും ബഹളവും ടീച്ചറുടെ ക്ലാസ്സിനെ ബാധിക്കുകയില്ല. കൈമൾ സാർ പറയണ പോലെ ചെയ്യാം. വെരി ഗുഡ്. അപ്പൊ പ്രശ്നം തീർന്നല്ലോ, നമുക്ക് പിരിയാം. സംഗീതത്തോടുള്ള നിങ്ങളുടെ ഈ സമീപനം എന്നെ ലജ്ജിപ്പിക്കുന്നു. ഒന്ന് പിരിഞ്ഞു പോ എന്റെ മാഷേ, സമയം കുറെ ആയില്ലേ. എന്താ ചെയ്യ? എന്തായി സമയം? 8:30 മമ്മേ. കുറച്ചു മുമ്പ് നീ തന്നെയല്ലേ പറഞ്ഞേ സ്കൂള് വിട്ട അവന് നേരെ വീട്ടിൽ വന്നാലെന്താ? അതെങ്ങനെയാ? അച്ഛന്റെ അല്ലേ മോൻ? വീടും വേണ്ട വീട്ടുകാരും വേണ്ട, നേരം വെളുത്താ പാതിരയാവുന്നവരെ നടക്കും നാട്ടാരെ പിന്നാലെ. അതുവരെ എന്നെ ഈ ലോകവുമായി ബന്ധിപ്പിച്ച പ്രധാന കണ്ണികൾ എന്റെ മുത്തശ്ശിയും എന്റെ സഹോദരിയും. സഹോദരിയെ ഒരു നല്ല നിലയ്ക്ക് എത്തിച്ചിട്ട് വേണം എനിക്ക് എന്റെ ജീവിതം തുടങ്ങാൻ. അമ്മമ്മ ഉറങ്ങിയോ? എവിടെയായിരുന്നേടാ ഇതുവരെ? അത് അറിഞ്ഞില്ലേ, വേലായുധന്റെ അച്ഛന് ശ്വാസം മുട്ട് കൂടിയിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. ഒന്ന് കാണാൻ പോയതാ. നാട്ടുകാരുടെ കാര്യമൊക്കെ അന്വേഷിക്കാൻ നിനക്ക് സമയമുണ്ട്. ഇവിടെ ഒരുത്തി ചാവാൻ കിടക്കുക. അത് പോട്ടെ, പ്രായം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു പെൺകുട്ടി ഇല്ലേ ഇവിടെ? അവളും ചാവാൻ കിടക്കുക. ഒന്ന് പോടാ.
നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയായി കണ്ടിട്ട് വേണം എനിക്ക് സമാധാനായിട്ടൊന്ന് കണ്ണടയ്ക്കാൻ. അമ്മമ്മക്ക് കണ്ണടക്കാൻ എന്താ ഇത്ര തിരക്ക്? ഞങ്ങളൊക്കെ നിരപ്പാക്കിയിട്ടേ അമ്മമ്മ ഇവിടെ നിന്ന് പോവും. മൗര്യ സാമ്രാജ്യത്തിന് അതിശക്തമായ ഒരു സേനാ വിഭാഗം ഉണ്ടായിരുന്നു. പൗരാണിക സമ്പ്രദായം അനുസരിച്ച് മ്യൂസിക് ക്ലാസ് എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നെങ്കിലും ഞാൻ കാരണം മുറ്റത്ത് വെച്ച് ക്ലാസ് എടുക്കേണ്ടി വന്ന ടീച്ചറുടെ അവസ്ഥയിൽ എനിക്ക് കുറ്റബോധം തോന്നി. അത് വെറും കുറ്റബോധം മാത്രമായിരുന്നു. അല്ല, തുളസിക്കതിരിന്റെ പരിശുദ്ധിയുള്ള ആ മുഖം, ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ആ സ്വരമാതിരി എന്റെ ഉള്ളുണർത്തി എന്ന് പറയുന്നതാവും ശരി. ഇന്ന് ബുദ്ധിമുട്ട് തോന്നിയോ? ബുദ്ധിമുട്ട് ഇല്ല. എന്തേ? അല്ല, കുറെ കൂടെ മാറ്റി ക്ലാസ് മതിലിന് പുറത്തേക്ക് ആക്കണോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. അതിന്റെ ഒന്നും ആവശ്യമില്ല. കൈമൾ സാർ പറഞ്ഞതുപോലെ സംഗീതം പഠിപ്പിക്കാൻ തുറന്ന സ്ഥലം തന്നെയാ കൂടുതൽ നല്ലത്. ഇതില് വിവിധ ഭാരതി കിട്ടില്ലേ? ഏതില്? ഈ റേഡിയോയില്. അതിനിത് റേഡിയോ ആണെന്ന് ആര് പറഞ്ഞു? ഇത് ശ്രുതിപ്പെട്ടിയാ. ഒരു സംശയം ചോദിച്ചതിന് അത്ര ചിരിക്കാൻ. നമുക്കിപ്പോ ക്ലാസ് ഇല്ലേ? ഉണ്ട്. എങ്കിൽ പിന്നെ മണ്ടത്തരം വിളമ്പാതെ അങ്ങോട്ട് പോയിക്കൂടെ? അതെനിക്കറിയാം. പ്രത്യേകിച്ചാരും പഠിപ്പിക്കണ്ട. ഗ്രൗണ്ടിൽ കുട്ടികളെല്ലാം സെറ്റായിട്ട് ഞാൻ ചെന്നാ മതിയല്ലോ. അപ്പൊ ക്ലാസ് കഴിഞ്ഞിട്ട് വേണം. ഞാൻ ശ്രദ്ധിക്കായിരുന്നു. ഒരാൾ പാടിക്കൊടുക്കുന്നത് എങ്ങനെയാ മറ്റുള്ളവർ അതേപോലെ പാടുന്നേ? കുട്ടികളാവുമ്പോ പാട്ടിനോടൊരു വാസനയൊക്കെ ഉണ്ടാവും. അതുണ്ടാവും. എന്നാലും പാട്ട് പഠിച്ചു തുടങ്ങാൻ ഏത് പ്രായം നല്ലത്? ചെറിയ പ്രായത്തിൽ പഠിച്ചു തുടങ്ങുന്നതാണ് ഉറക്കാൻ നല്ലത്. എന്താ മാഷക്ക് പഠിച്ചാ കൊള്ളാൻ തോന്നുന്നുണ്ടോ? എനിക്ക് ആ പ്രായമൊക്കെ കഴിഞ്ഞു പോയില്ലേ? എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കണം, നല്ലതാ. അപ്പോഴേ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. ടീച്ചറെ ഹെഡ്മാഷ് വിളിക്കണോ? ഞാൻ വായനശാലയിലേക്ക് പോവുക. ജനറൽ ബോഡി മീറ്റിംഗ് ഉണ്ട്. വായനശാലയുടെ സെക്രട്ടറി ഞാന്. ടീച്ചർക്ക് ഞങ്ങളുടെ നാടൊക്കെ ഇഷ്ടപ്പെട്ടോ? ആ, നാട് കൊള്ളാം. എന്ന് വെച്ചാൽ നാട്ടുകാർ കൊള്ളൂലെന്നാണ്? എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ധ്വനി ഉണ്ടായിരുന്നു. ഏയ്, അതുപോട്ടെ, ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. ഇത്തവണത്തെ ഓണാഘോഷം ഗംഭീരമാക്കാനാണ് ഞങ്ങളുടെ പരിപാടി. ടീച്ചർക്ക് സ്റ്റേജിൽ പാടാനൊരു ചാൻസ് തരട്ടെ. ഞാനാണല്ലോ സെക്രട്ടറി. താങ്ക്സ്. അത് വേണ്ട. അതെന്താ? അത് ഓണം വെക്കേഷന് ഞാൻ നാട്ടിൽ പോവും. അല്ല, ഇത്തവണത്തെ ഓണം ഇവിടെ ആകുന്നത് കൊണ്ട് എന്താ കുഴപ്പം? എന്റെ നാട്ടിലായാലും എന്താ കുഴപ്പമുണ്ടോ? അതില്ല. ടീച്ചറിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എന്റെ വീട്ടില് അന്ന് വന്ന ഒരു അമ്മാവനില്ലേ, ആ അമ്മാവനുണ്ട്, അമ്മയുണ്ട്, അമ്മായി മക്കളും ഉണ്ട്. അച്ഛൻ? അച്ഛൻ സന്യാസിയാ. സന്യാസിയോ? ആ, ഇപ്പൊ ഏതോ ആശ്രമത്തിലുണ്ട്. അച്ഛൻ അത്രക്ക് ആത്മീയവാദിയാണോ? ആത്മീയവാദിയായിട്ടൊന്നുമല്ല, പ്രാരാബ്ദങ്ങൾ ഏറ്റെടുക്കാൻ വയ്യാത്തോണ്ടാ. ഓഹോ, എല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ടാവും പ്രാരാബ്ധത്തിന്റെ ഒരു കാലഘട്ടം. എന്റെ ജീവിതത്തിൽ ആ ഘട്ടം കഴിഞ്ഞു. ഇപ്പോ ഒന്ന് സെറ്റിൽ ചെയ്യാം എന്നായിട്ടുണ്ട്. ഏതായാലും ടീച്ചറിന്റെ ഈ തുറന്ന മനോഭാവം എനിക്ക് വളരെ ഇഷ്ടമായി. ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ഇല്ലാത്തതാണിത്. എന്തോ ടീച്ചറിനെ പറ്റി കൂടുതൽ അറിയാനും
സംസാരിക്കാനും ആഗ്രഹം തോന്നുന്നു. ആട്ടുംകാട്ട് ഇട്ടാ പോരാ, ചാണിടണം. അല്ലെങ്കിൽ ടീച്ചർ നടന്നോളൂ. എനിക്ക് ഇവിടെ ഒരു സ്ഥലത്ത് വായനശാല അവിടെയല്ലേ? വായനശാലയിലേക്ക് നാളെ പോയാലും മതി. അപ്പൊ ജനറൽ ബോഡി മീറ്റിംഗ് ഞാനാണല്ലോ സെക്രട്ടറി. മീറ്റിംഗ് മാറ്റാം. പുഴുക്കേട് ഉണ്ടെങ്കിൽ വെട്ടിക്കളയടോ. എണ്ണി നോക്കിക്കോളൂ. എന്താടോ പതിവില്ലാതെ ഈ വഴിക്ക്? ഞാൻ പറഞ്ഞില്ലേ, മരുമോന്റെ വീട് പണി നടക്ക ടൗണിലേ. നേരിട്ടൊരു കണ്ണ് വെച്ചില്ലെങ്കിൽ അറിയാലോ. നാളെ എന്തായാലും സ്കൂളിലേക്ക് ഒന്ന് ഇറങ്ങണമെന്ന് ഞാൻ ഇപ്പൊ കുഞ്ഞോട് പറഞ്ഞേയുള്ളൂ. താൻ ഇങ്ങനെ പിണങ്ങിയിരുന്നാ എങ്ങനെയാ? താൻ അവിടെയുള്ളതല്ലടോ എന്റെ ധൈര്യം. ഒന്നുകിൽ ആ തടിമാടനെ അവിടുന്ന് പറഞ്ഞു വിടാനുള്ള വഴി ആലോചിക്കണം, അല്ലെങ്കിൽ ആ മൂരിക്ക് മൂക്കയാടണം. ആരുടെ കാര്യ താനീ പറയണേ? ആ തീറ്റി പണ്ടാരം പീട്ടി മൂക്കുമുട്ട തിന്നുക, സ്റ്റാഫ് റൂമിൽ ഇരുന്ന് ഉറങ്ങുക, മറ്റു ടീച്ചേഴ്സിന് ശല്യം ഉണ്ടാക്കുക. ഉറങ്ങണ ആളെ എങ്ങനെയാ ശല്യം ചെയ്യണേ? ഉറങ്ങാന്ന് വെച്ചാൽ ഇടക്കിടക്ക് ഉണരുമല്ലോ, അതൊരു ശല്യല്ലേ? ഏതായാലും നാളെ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഒന്ന് പേടിപ്പിക്കാം. കുറച്ചു ദിവസത്തേക്ക് ഒരു സമാധാനം ഉണ്ടാവും. ഭഗവാനെ, ഭക്തവത്സല കാത്തു രക്ഷിക്കണേ. ഈശ്വര. കയ്യിലേന്തിയ വിളക്കിനേക്കാൾ പ്രകാശപൂർണമായ ആ സാന്നിധ്യം എന്നെ സ്വപ്നം കാണുന്നവനാക്കി. എപ്പോഴുമുള്ള സാമീപ്യത്തിനായി എന്റെ മനസ്സ് തുടിച്ചു. കണ്ട അമ്മയും മോളും അല്ലാന്ന് ആരെങ്കിലും പറയൂ? നിർമ്മല വന്നേ പിന്നെ കുഞ്ഞിക്ക് സ്വർഗം കിട്ടിയ മാതിരിയാ. അല്ല, ആരാത്? ഇങ്ങനെ ഒരാളുണ്ടോ? ഒന്നിനും സമയം തികയുന്നില്ല. സ്കൂളിലെ കാര്യങ്ങൾ നോക്കേണ്ട ആൾ പുരപ്പണിക്കും കൃഷിപ്പണിക്കും നടന്നാൽ അവിടുത്തെ കാര്യങ്ങൾ നോക്കാനും ആള് വേണ്ടേ? ബാലൻ അവിടെ ഇല്ലായിരുന്നെങ്കിൽ പണ്ടേ ഇങ്ങനെ സർക്കാർ പറഞ്ഞു വിടുമായിരുന്നു ഇവിടെ എപ്പോഴും പറയാറുണ്ട്. ഉവ്വ്. പിന്നെ ടീച്ചർക്ക് സ്കൂളിൽ വല്ല ബുദ്ധിമുട്ടും ആരെ കൊണ്ടെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞാൽ മതി കേട്ടോ. ആ കുട്ടിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. കുട്ടിയുടെ പാട്ട് കേട്ടാ തനിക്കല്ലേ ബുദ്ധിമുട്ട്? പാട്ട് കേട്ടാ ബുദ്ധിമുട്ടോ? ആ, എന്താ ബാല ഇങ്ങനെയൊക്കെ പറയാൻ തോന്നണേ? ഈ മോള് സന്ധ്യക്ക് നാമം ചൊല്ലണത് കേട്ടാ വെറുതെ കണ്ണടച്ചിരുന്നാ മതി. സാക്ഷാൽ അമ്പാടിക്കണ്ണൻ മുമ്പിൽ വന്ന് നിക്കണ മാതിരി തോന്നും. സംഗീതം ജീവിതത്തിന് ആവശ്യമുള്ള സാധനം അല്ലാന്ന് വിശ്വസിക്കുന്നവരോട് അതിന്റെ മഹത്വം പറഞ്ഞിട്ട് എന്താ കാര്യം എന്റെ കുഞ്ഞി? അങ്ങനെയല്ല സർ, സത്യത്തിൽ ഇപ്പോ പശ്ചാത്തലത്തിൽ സംഗീതം ഇല്ലാതെ ക്ലാസ് എടുക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലായിട്ടുണ്ട് ഞാൻ. എന്നാ ഒരു കാര്യം ചെയ്യാം, നാളെ തൊട്ട് കുറച്ച് പക്കമേളക്കാരും കൂടി ഏർപ്പാട് ചെയ്യാം. എന്താ? ആ നിമിഷത്തിന്റെ നിർവൃതിയിൽ ഞാൻ ഒരാവണി തെന്നലായി മാറി. ഇതെന്ത് പറ്റി? ഏ? അല്ല, ഇന്ന് എന്ത് പറ്റിയെന്ന്? നീ കുറച്ചു കാലം സംഗീതം പഠിച്ചില്ലായിരുന്നോ? അതെ. പിന്നെന്താ നിർത്തിക്കളഞ്ഞത്? ചേട്ടൻ പറഞ്ഞിട്ട്. ഞാനങ്ങനെ പറഞ്ഞോ? ആ. പറയാൻ പാടില്ലായിരുന്നു. ഏ? സംഗീതത്തിന്റെ വശ്യത തിരിച്ചറിയാൻ വൈകിപ്പോയതാണ് എനിക്ക് പറ്റിയ തെറ്റ്. നിനക്ക് ഇനിയും സംഗീതം പഠിക്കണമെന്ന് മോഹമുണ്ടോ? ഇനി അതിനൊക്കെ കാശ് ചെലവാക്കിട്ട് വല്ല കാര്യമുണ്ടോ? കാശ് ചെലവില്ലാതെ പഠിക്കാൻ സാധിച്ചാലോ? അതെങ്ങനെ? അത് ദൈവം കനിയണം. ദൈവം കനിയുമെന്ന് വിചാരിക്കാം, അല്ലേ? ദൈവം ഫ്രീ ആയിട്ട് ഇവിടെ വന്ന് സംഗീതം പഠിപ്പിക്കുമെന്നാണോ? ദൈവത്തിന് മ്യൂസിക് അത്ര വശമില്ല. ചിലപ്പോ വേറെ ആളിനെ അയച്ചേക്കും. ആരെ? തൽക്കാലം ഇത്ര അറിഞ്ഞാ മതി. കഴിഞ്ഞില്ലേ ഇതുവരെ? ഹൈ, ഇന്നത്തെ നേരത്തെ ആണല്ലോ. ആ, ഇന്നിത്തിരി നേരത്തെ പോകേണ്ട ദിവസമാണ്. കഴിക്കാൻ എടുക്കട്ടെ? വേണ്ട, കഴിക്കാൻ നിന്നാലേ ശരിയാവില്ല.
എന്തു പറ്റി? ചെരുപ്പിന്റെ വാറ് പൊട്ടിയോ? പൊട്ടാറായി, പക്ഷെ പൊട്ടിയില്ല. ഈ വഴി കൂടാണ് എന്ന് സ്കൂളിൽ പോന്നെ? ഈ വഴിക്കും പോകാം. വീട്ടിൽ നിന്ന് മൊത്തം 3 വഴികളാവും സ്കൂളിലേക്ക്. ഒരു വഴി ബോറടിക്കുമ്പോ അടുത്ത വഴി കൂടെ പോകും. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ വഴിയാ. ടീച്ചറിന് ഈ സമയത്ത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ബുദ്ധിമുട്ടായോ? എന്ത്? ഞാൻ വന്നത്. ഏകാന്തത ഇഷ്ടപ്പെടുന്നവർക്ക് അന്യരുടെ സാന്നിധ്യം ബുദ്ധിമുട്ടാവൂലോ. എനിക്ക് ഏകാന്തത തീരെ ഇഷ്ടമല്ല. എനിക്ക് പേടിയാ. ക്ലാസ് മുറിയിൽ എന്നെ ഓടിച്ച പോലെ ഈ വഴി കൂടലിന്റെ യാത്രയും. ടീച്ചർ ഇപ്പോഴും അത് മനസ്സിൽ വെച്ചോണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ സംഗീതം എന്റെ ജീവനാണ്. സംഗീതമാണല്ലോ ജീവന്റെ താളം. പാട്ടുപാടി മഴ പെയ്ച്ചതിനെ പറ്റിയൊക്കെ എനിക്കറിയാം. പക്ഷെ ടീച്ചർ, നമ്മൾ ഈ കുട്ടികളെ സ്വരങ്ങൾ പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ? മുഴുവൻ പഠിപ്പിക്കുന്നതിന് മുമ്പ് കുട്ടികൾ സ്കൂൾ വിട്ടു പോകും. ലളിത സംഗീതമല്ലേ ഒന്നുകൂടെ നല്ലത്? സ്വരങ്ങളാണല്ലോ സംഗീതത്തിന്റെ അടിസ്ഥാനം. അതെ, അതെനിക്കറിയാം. എങ്ങനെ അറിയാം? സംഗീതം പഠിച്ചിട്ടുണ്ടോ? പല പല തിരക്കുകൾക്കിടയിലും പഠിക്കാൻ കഴിഞ്ഞില്ല. ഈ ടീച്ചേഴ്സ് അസോസിയേഷൻ, ജനകീയ ആസൂത്രണം, സഹകരണ ബാങ്ക്, വായനശാല, മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ, അങ്ങനെ 100 കൂട്ടം പ്രശ്നങ്ങളാ. എന്നാൽ സംഗീതം ഞാൻ പഠിക്കും. തോന്നുന്നില്ല. അതെന്താ? സംഗീതം വഴങ്ങുന്നവരെ എനിക്ക് കണ്ടാലറിയാം. അടുത്തെത്തുമ്പോൾ പറയാനുള്ളത് പറയാനാവാതെ വിഷമിച്ചപ്പോൾ കത്തെഴുതാമെന്ന് തീരുമാനിച്ചു. എന്റെ ആദ്യത്തെ പ്രണയലേഖനം. പക്ഷെ ഇക്കാര്യം മറ്റാരെങ്കിലും അറിയുമോ എന്ന ഭയം, ഇതൊരു കൗമാര പ്രായക്കാരന്റെ ബാലിശമായ ഏർപ്പാടല്ലേ എന്ന ചിന്ത എന്നെ അലട്ടാതിരുന്നു.